ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 ദിവസമായിട്ട് ഒരുമിച്ചാണ് പരിപാടിയൊക്കെ നാട്ടുകാർ കണ്ടോ പിന്നെ എന്റെ കിറ്റ് എവിടെ പതുക്കെ പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്ന മക്കളെ? പകൽ മുഴുവനും അടിയും വഴക്കും, രാത്രി മുഴുവനും കുളിച്ചത് സംസാരങ്ങളും. ഇതിപ്പോ ഇനി വന്ന് VPN ഇട്ട് ബിഗ് ബോസ് കാണേണ്ടി വരുമെന്നൊക്കെയാണ് പലരും ഇപ്പൊ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ജിസേലിന്റെയും ആര്യന്റെയും കാര്യമാണ്. ഇപ്പൊ ഇന്നലെ മസ്താൻ അടക്കം 5ഓളം വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസിലേക്ക് കയറി അല്ലെ. അതിൽ വൈൽഡ് കാർഡ് ആയിട്ട് കയറിയ മസ്താന് ആദ്യം പോയത് സുധിച്ചേട്ടനും പറഞ്ഞുകൊണ്ട് രേണു ചേച്ചിനെ ചൊറിയാനാണ് അല്ലെ. രേണു ചേച്ചിന്റെ കഥ പറയാനാണെങ്കിൽ കോമഡിയാണ്. പുള്ളിക്കാരിക്ക് പോലും അറിയില്ല പുള്ളിക്കാരൻ എന്തിനാ ബിഗ് ബോസിലേക്ക് പോയതെന്ന്. ആ രീതിയിലാണ് ഇപ്പൊ ആ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിൽ നമ്മൾ രേണു ചേച്ചിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാരും ഡെയിലി ബിഗ് ബോസ് മൊബൈലും ടിവിയിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. പക്ഷെ ബിഗ് ബോസിനകത്ത് നിന്ന് ഒരു മൂലൊക്കെ കുത്തിരുന്ന് ബിഗ് ബോസ് ഷോ കാണാൻ അത് രേണു ചേച്ചിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അജാജ് മുതലാണ്. എനിവേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. അപ്പൊ നമ്മുടെ മസ്താനി ചേച്ചി രേണു ചേച്ചിനെ ചൊറിഞ്ഞതിന് ശേഷം നേരെ പിന്നെ പോകുന്നത് ജിസേലിനെയും ആര്യനെയും ചൊറിയാനാണ്. എന്താ കാരണം? ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജിസേലും ആര്യനുമാണ് ഒരുമിച്ച് ഉറക്കമൊക്കെ. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ എന്തോ ഡിങ്കോളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഇപ്പൊ ബിഗ് ബോസിനകത്തുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം പിറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. ഒരു 2 ദിവസം മുന്നേ, അതായത് ഓഗസ്റ്റ് 27-ാം തീയതി പുലർച്ചെ 2 മണിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. 4-ാം ദിവസം പുലർച്ചെ 2:05. ആഹാ, സുഖിച്ചവിടെ കിടന്നുറങ്ങാണല്ലേ. കിടന്നുറങ്ങണ ആരൊക്കെയാന്ന് മനസ്സിലായല്ലോ. ആര്യനും ജിസയിലും. രണ്ടുപേരും അങ്ങനെ കിടക്കുന്നതിന്റെ അടുക്കാണ് അങ്ങോട്ട് കട്ടുറുമ്പിനെ പോലെ അനുമോള് ചേച്ചി കയറി ചെല്ലുന്നത്. എന്തിനാണോ എന്തോ രാത്രി 2 മണിക്കൊക്കെ. എന്തായാലും കണ്ടോക്കാം. എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കണം, എന്റെ കിറ്റ് എടുത്താ? ആര്യന്റെ എക്സ്പ്രഷൻ ആണ് അവിടെ കോമഡിയില്ലേ. ഇവൾ എന്തിനുള്ള പുറപ്പാടാണെന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ലേ. സംഭവം അനുമോളെ ഷവർ കിറ്റ് എന്തോ ആര്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ ചെന്നതാണ് അനുമോള്. എപ്പോ? രാത്രി 2 മണിക്ക്. ഷവർ സെറ്റ് ചോദിക്കാൻ പറ്റിയ സമയം തന്നെ. എന്തായാലും ബാക്കി നോക്കാം. നിന്നോട് ചോദിച്ചത് ക്യാപ്റ്റൻ എവിടെ? പതുക്കെ പറയാൻ പറ്റില്ല. ഞാൻ വല്ലയുടെ സാധനങ്ങളല്ല ഞാൻ എടുത്ത് വെച്ചിരിക്കണ. ഞാൻ എന്റെ സാധനങ്ങളാണ്, എനിക്ക് പണിപ്പുറത്ത് കിട്ടിയ സാധനമാണ്. ക്യാപ്റ്റൻ എനിക്ക് വാ. ജിസേൽ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുങ്ങി എണീക്കുന്നുണ്ട് അല്ലേ. പാവം. കിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ ചോദിച്ചാൽ പോരാ അനുചേച്ചി. എന്തിനാണ് ഈ നട്ടപ്പാതിരാക്ക് തന്നെ വന്ന് ചോദിക്കുന്നത്? ഇത് അനുമോൾ ഇന്റൻഷനിൽ തന്നെ ചോദിച്ചതാണ് സംഭവം. ഇവിടെ അനുമോൾക്ക് ആര്യനും ജിസേലിനെയും ക്യാമറക്ക് മുന്നിൽ നിന്ന് എക്സ്പോസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇപ്പൊ 2 മണിക്ക് കിറ്റും ചോദിച്ച് അങ്ങോട്ട് ചെന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ കാര്യം പിടികിട്ടും. എന്തായാലും നമുക്ക് ബാക്കി കണ്ടുവെക്കാം. എന്റെ കിറ്റ് വരാൻ പറ. ആര്യ എടുത്ത് കണ്ടില്ല. ആ മിണ്ടാതെ കിടക്കുന്നു. പല പ്രാവശ്യം പറഞ്ഞു അവനെ എടുത്തെന്ന്. നാളെ ഇല്ല, എനിക്കിപ്പ അറിയണം. കുറെ നേരം ഞാൻ അന്വേഷിച്ച് നടക്കുന്നു. ആയിക്കോട്ടെ, എന്നാലും രാവിലെ പോരെ മോളെ. ഈ നട്ടപ്പാത്തിലേക്ക് തന്നെ ഷവർ കിറ്റ് കിട്ടിയിട്ട് എന്താക്കാനാണ് സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആര്യനും ജിസേലിനും പുള്ളിക്കാർക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യണം. ആ ആഗ്രഹം എന്തായാലും നിറവേറി കേട്ടോ. രണ്ടാളും ക്യാമറക്ക് മുന്നിൽ എക്സ്പോസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ കണ്ടു തന്നെ അറിയാം. എന്തായാലും ബാക്കി നോക്കാം. നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ അവനോട് ചോദിച്ചത് രാത്രി പകലല്ലേ. എനിക്ക് എന്റെ സാധനമാണ്, നിന്റെ സാധനമല്ല. രാത്രി എന്ത് രാത്രി? ഞാൻ അവളുടെ കിറ്റ് ഞാൻ കുളിച്ചത്. ഓക്കെ, റെനന്റെ ആദലിന്റെ കിറ്റ് എങ്ങാനും വെച്ചിട്ടാണ് അനുമോള് കുളിച്ചത്. എന്തായാലും കുളി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഷവർ കിറ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ രാവിലെ പോരെ. സംഭവം ആര്യൻ എന്തോ അനുമോളോടുള്ള ദേഷ്യത്തിന് പുറത്ത് എവിടെയോ അനുമോള് കിറ്റ് എടുത്ത് വെച്ചതാണ് സംഭവം. അനുമോൾ അത് കുറെ പിന്നാലെ ചോദിച്ച് നടക്കുകയും ചെയ്തു. പക്ഷെ ആരും കൊടുത്തില്ല. അങ്ങനെയാണ് 2 മണിക്ക് ഈ ബെഡ്റൂമിലേക്കുള്ള അനുമോളുടെ വരവ്. കിറ്റും ചോദിച്ചുകൊണ്ട് അതിന് വഴി വെച്ചത് ആര്യൻ തന്നെയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ആദ്യം ആ കിറ്റ് അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആരും കാണില്ലായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പോസ് ആയപ്പോ ആര്യനും ജിസയിലും നാറിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ബാക്കി കണ്ടോക്കാം. സത്യമാണ് പറഞ്ഞത്. നീ എടുത്തോ? എനിക്കിപ്പോ അറിയണം. എന്റെ കിറ്റ് എവിടെ? എനിക്കിപ്പോ അറിയണം. നീ നട്ടങ്ങ് മോളെ, നേരൊന്ന് വെളുത്തോട്ടെ. എന്തായാലും ആ തർക്കം അവിടെ അവസാനിച്ച് കേട്ടോ. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് ആരും തന്നെ അനുമോൾക്ക് ആ കിറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുമോൾ ഇത് ഇന്റൻഷനിൽ 2 മണിക്ക് തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നതാണ്. ആര്യനും ജിസേലിനും എക്സ്പോസ് ആക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു കാരണമായി കിറ്റ് എടുത്തിട്ടു എന്നേ ഉള്ളൂ. എന്തായാലും ആ ഇന്റൻഷൻ വിജയിച്ച് കേട്ടോ. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ കയറി കൊളുത്തി കുറെ ട്രോളുകൾ ഈ ആര്യനും ജിസേലുമായി ബന്ധപ്പെട്ട് വന്നു. അനുമോൾ എന്താണോ മനസ്സിൽ കരുതിയത് അതങ്ങ് നിറവേറെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് വൈൽഡ് കാർഡ് ആയിട്ടുള്ള മസ്താനിന്റെ വരവും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചന മസ്താന് നൽകുന്നതും. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ രാത്രി 1:30 നടക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. 27-ാം ദിവസം പുലർച്ചെ 1:35. പരിപാടി അവിടെ ചോദിച്ചത്. അവളോട് പറഞ്ഞത് ചോദിച്ചത്.
അപ്പൊ ആദിലാണ് ഈ ടോക്ക് തുടങ്ങി വെക്കുന്നത് അല്ലേ? ഷാനവാസിനോട് ആദില പറഞ്ഞു കേട്ടല്ലോ. ഇല്ല, ഞാൻ അവളോട് പറഞ്ഞതാണ് മസ്താനും പറഞ്ഞതിനെ കുറിച്ചെന്നൊക്കെ. എന്ത് കാര്യം? നമ്മുടെ ജിസേലിനും ആര്യന്റെയും കാര്യം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിസേലിനും ആര്യന്റെയും കാര്യത്തെ കുറിച്ച് മസ്താന് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ബാക്കിയാണ് നോക്കാം. ആര്യനെ പേര് വെച്ച് കളിയാക്കാൻ എനിക്ക് ഇത് എടുത്തിടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്ര ദിവസം. ഇടാതെ വെറുതെ ഞാൻ എന്റെ വായിൽ നിന്ന് കിട്ടിയിട്ടില്ല, എന്റെ വായിൽ നിന്ന് വെറുതെ വീണ് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത്. ഷാനവാസ് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം. അപ്പൊ അന്നേരം അനുമോള് പതുക്കെ പറയുന്നുണ്ടല്ലേ ആര്യന്റെ ജിസേലിന്റെ കാര്യം എന്നൊക്കെ. അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാർ പറഞ്ഞു കേട്ടോ, ഞാനിത് എടുത്തിടണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്നൊക്കെ. സംഭവം ജിസേലിനെതിരെ ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി അനുമോള് കുറെ കാലമായിട്ട് കളിക്കാണ് അല്ലേ? അതിനൊരു സന്തോഷം അനുമോളുടെ സംസാരത്തിൽ നല്ലോണം ഉണ്ട്. ഇതൊരു ബാക്കിയുണ്ടോ? അപ്പം എനിക്ക് കാണാം, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം 2-3 ദിവസമായിട്ട് ഒരുമിച്ചാണ് പരിപാടിയൊക്കെ നാട്ടുകാർ കണ്ടത്. പിന്നെ അതിന്റെ ടോക്കാണ് ഭയങ്കര രസം. 2-3 ദിവസം ഒരുമിച്ച് കിടന്നാണ് ഈ നാട്ടുകാർ കാണുന്നൊക്കെ. പിന്നെ എന്നുള്ള രീതിയിൽ അല്ലേ, ഒരുമാതിരി കവലയിൽ ആണുങ്ങൾ സൊറ പറയുന്ന ഒരു ടൈപ്പ് സംസാരം അല്ലേ. എന്തായാലും കൊള്ളാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ചർച്ചകളൊക്കെ ഇവിടെ ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 2 ദിവസം മുമ്പേ അനുമോള് ജിസേലും ആര്യനും കിടന്നുറക്കുമ്പോ പൊതുപ്പ് പൊന്തിച്ചു നോക്കിയതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ചർച്ചകളൊന്നും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. എന്തായാലും ബാക്കിയാണ് നോക്കാം. ഞാൻ കണ്ടല്ലോ എത്ര ദിവസമായിട്ട് നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ഞങ്ങളും കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന്. മസ്താന് ജിസേലിനോടും ആര്യനോടുമായി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് നാട്ടുകാരെ മൊത്തം കണ്ടു. ഓവർ സംസാരം ഒന്നും വേണ്ട എന്നുള്ള രീതി. ഷാനവാസ് അത് കേട്ട് സന്തോഷത്തോട് തുള്ളിച്ചാടുന്നുണ്ട് അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസിന് പുറത്ത് മാത്രമല്ല അകത്തും ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇത് സംസാര വിഷയമാണെന്ന് അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ മസ്താൻ ഈ കാര്യം എടുത്തിട്ടപ്പോ ഇവർക്കാർക്കും ഇത്ര സന്തോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയാണ് എന്നെയാണ് ഇപ്പൊ ജിസയിൽ അങ്ങോട്ട് കിടന്നപ്പോ എന്നെ ആര്യം വെച്ച് പറഞ്ഞത് ഇങ്ങനെ ലവ് ട്രാക്ക് വലിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഈ കാര്യം എടുത്തിരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. അതാണ് ജിസയിൽ ആര്യനും അനുമോളും വെച്ചൊരു ലവ് ട്രാക്ക് കഥ പറഞ്ഞു വരുത്താൻ നോക്കിയപ്പോ എനിക്ക് ഈ കാര്യം എടുത്തിടണമെന്നുണ്ടായിരുന്നു എന്ന് അനുമോള് പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കാര്യം എടുത്തിട്ടില്ലെങ്കിൽ എന്താ, പൊതുപ്പ് പൊന്തിച്ച് നോക്കിയല്ലേ, അതിന് വലിഞ്ഞിപ്പോ എന്താ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ 2 പേരെയും ബെഡ് വിളിച്ച് എക്സ്പോസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അനുമോൾക്ക് ഉണ്ടായിരുന്നു. അതങ്ങ് നിറവേറി. അത് പുറത്ത് സംസാര വിഷയമായെന്ന് അറിയും കൂടി ചെയ്തപ്പോ അനുമോൾക്ക് സന്തോഷമായി. ബാക്കിയാണ് നോക്കാം. ഇല്ല, കാരണം അതെന്റെ ഒരു മര്യാദയാണ് അങ്ങനെ പറയുന്നത്. ഷോ കണ്ട് കിടന്നുറങ്ങാണ്. അതെന്താണ് ചിലപ്പോ നമുക്ക് തോന്നുന്നതാണോ ഒന്നും അറിയില്ല. അതെന്താണ് കൺഫ്യൂഷൻ. ഒരേല കൗണ്ടർ പൊളിച്ച് ഷോ കണ്ട് കിടന്നുറങ്ങാണല്ലേ എന്നൊക്കെ. അപ്പൊ ഈ സംസാരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാത്രി അനുമോള് ഇവർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇതായിരുന്നു രാത്രി മെയിൻ അനുമോള് പരിപാടി. അതുകൊണ്ടാണല്ലോ ഒനിയല് ചോദിച്ചത് ഷോ കണ്ട് കിടന്നുറങ്ങാണല്ലേ എന്നൊക്കെ. ബാക്കിയാണ് നോക്കാം. ഞാൻ വാച്ച് ചെയ്തു കുറച്ചു നേരം. അപ്പൊ കൺഫേം 2 ദിവസം ഇവള് ഇന്നലെ ഉണ്ടായിരുന്നില്ല ശൈത്യന്റെ കൂടെ. അപ്പൊ എനിക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ട് നമ്മൾ വാച്ച് അവർക്ക് അറിയാം കാര്യം, അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജിസയിലും ആര്യനും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഇവരൊന്നും പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ആര്യനും ജിസയിലും ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ അത് പുറത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കില്ല വരാം. ജിസയിലും ആര്യന്റെ മനസ്സിൽ ഇത് ഇന്ത്യ ബിഗ് ബോസ് ആണെന്നാണ് വിചാരം. ആ രീതിയിലാണല്ലോ അവരുടെ കെടുത്തും കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലാകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്, അവിടെ വലിയതൊന്നും പ്രശ്നമല്ല. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ലല്ലോ. ഇന്ത്യക്കാർ അത്ര പുരോഗമനം മലയാളികൾക്ക് വന്നിട്ടില്ലല്ലോ. അവർക്കിപ്പോഴും ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതിനുത്തമ ഉദാഹരണമാണല്ലോ അപ്പാണി ശരത്തും ആർജെ ബിൻസിയും തമ്മിലുള്ള പ്രശ്നം. ആർജെ ബിൻസി എവിക്റ്റ് ആയി പുറത്തിറങ്ങുന്ന സമയത്ത് അപ്പാണി ശരത്തിനൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് ഷാനവാസ് ഒരു കഥ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പാണി ശരത്തും ആർജെ ബിൻസി തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ള രീതി. ശരിക്കും അവർ തമ്മിലൊന്നുമില്ല, സുഹൃത്തുക്കളാണ്. പക്ഷെ അത് പുറത്ത് വേറെ രീതിയിലാണ് പ്രതിഫലിച്ചത്. അതാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിന്റെ ഇടയിൽ സൂക്ഷിച്ചു കൊണ്ട് നിന്നിട്ടില്ല എങ്കിൽ പണി പാലുമുള്ളത്തിൽ കിട്ടും. അത് ഇനിയെങ്കിലും ആര്യനും ജിസയിലും മനസ്സിലാക്കിയാൽ നന്ന്. ഇതൊന്നും ഇവർക്ക് വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ. എനിക്ക് തോന്നുന്നത് അപ്പാണിച്ചരത്തിനെയും ആർജെ ബിൻസിയെയും ബാധിച്ചതുപോലെ ജിസയിലും ആര്യനും ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഇവരിത് കഴിഞ്ഞാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമല്ലോ, അവിടെ വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. എന്തായാലും കൊള്ളാം. ഇത് അനുമോളായിട്ടൊന്ന് തുടങ്ങി വെച്ച് മസ്താനായിട്ടൊന്ന് ഏറ്റുപിടിച്ച് ഇപ്പൊ ഇത് അനുമോളായിട്ട് അങ്ങ് തുടർന്ന് പോകുന്നു. ബാക്കി എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.